പ്രേക്ഷകർക്കും പെരുന്നാൾ ദിനാശംസകൾ. ഈ പെരുന്നാൾ ദിനം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് 7 തലമുറകൾ പിന്നിട്ട തലശ്ശേരിയിലെ മാളിയേക്കൽ തറവാടിനോടൊപ്പമാണ്. ഈ തറവാട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇവരെല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ അവരുടെ പാട്ടും പറച്ചിലുമൊക്കെയായി ഈ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാം. ഇതാണ് തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ പാട്ടുകുടുംബം. തലശ്ശേരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് തലശ്ശേരി ബിരിയാണിയും പലതരം പലഹാരങ്ങളും അതിലുപരി ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത ഒരിടം കൂടിയാണ് തലശ്ശേരി. കുടുംബത്തിലെ 2-3 പേരൊക്കെ പാട്ട് പാടുമായിരിക്കും അല്ലേ? പക്ഷേ ഈ കുടുംബത്തിലെ എല്ലാവരും, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും വളരെ രസകരമായി ആസ്വദിച്ച് ഒരുപോലെ പാട്ട് പാടുന്നവരാണ്. അപ്പോൾ ഷാബുക്ക, എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഒരുപോലെ പാടുന്നതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? അള്ളാഹുവിൻ്റെ കുതിർത്ത് പറ്റുന്ന എനിക്ക് പറയാനില്ല. കാരണം ചെറുപ്പം മുതലേ ഞങ്ങൾ കേട്ട് വളരുന്ന പാട്ടുകളാണ്. അപ്പോൾ ഒന്നിച്ച് പാടി പാടി അങ്ങനെ ആയിരിക്കാം. എനിക്ക് വ്യക്തമായ മറുപടി അതിന് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. ഈദിനെ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ജാബിർക്ക, പെരുന്നാൾ ദിനത്തിൽ തറവാട്ടിൽ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഈദ് ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾ കൂടെ പാടിയ പോലെ മാസം കാണുമ്പോൾ തന്നെ ആഘോഷം തുടങ്ങും. ചന്ദ്രൻ ഉദിച്ചല്ലോ എന്ന് പറഞ്ഞു, ചന്ദ്രൻ ഉദിച്ചു. അപ്പോൾ അതിൻ്റെ ആഘോഷം അപ്പോൾ തുടങ്ങി. നേരത്തെ തന്നെ തുടങ്ങും. നേരത്തെ തന്നെ ഇതിൻ്റെ അവസാന ദിവസമാകുമ്പോൾ തുടങ്ങും. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞ് രാവിലെ ഇവിടെ നിസ്കരിക്കും. ഈദ് ഗാഹ് തലശ്ശേരിയിലാണ് ആദ്യം ആരംഭിച്ചത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവിടെ മുസ്ലിം സ്ത്രീകൾ, ഇവിടുത്തെ സ്ത്രീകൾ ഇമാം നിന്നിട്ട് ഇമാം നിന്നിട്ട് നിസ്കാരം ഉണ്ടാകും. ഇത് മരുമക്കത്തായത്തുള്ള ഇതിനൊരു വീടാണ്. അപ്പോൾ സാധാരണ തലശ്ശേരി രീതി അനുസരിച്ച് എല്ലാവരും ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു പരിപാടിയുണ്ട്. വൈകുന്നേരം ഇവിടെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് ആരും പോകില്ല, ഉപ്പാൻ്റെ അവിടെ പോകില്ല. ഇവിടെ ഉപ്പാൻ്റെ അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ട് വരും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നിടത്തും താഴെയും ഫുള്ളായി ഇരുന്നുകൊണ്ട് ആളുകൾ പരസ്പരം പാട്ട് പാടുന്നു, തമാശകൾ പറയുന്നു, കുടുംബവിശേഷങ്ങൾ പറയുന്നു. ഞങ്ങൾ സംഗീതത്തിൽ മാത്രമല്ല മറ്റ് കലകളിലും വലിയ പ്രാവീണ്യമുള്ള ആളുകളാണ് ഈ വീട്ടിലുള്ളത്. രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ പാചകത്തിലും. നമ്മളെ ഉമ്മാമാൻ്റെ ഒരു പാചകത്തിൽ ഒരു പലഹാരത്തിൻ്റെ പേരിന് അള്ളാഹു അല്ലെന്നാണ്.
കാരണം അവർ വളരെ മനോഹരമായിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയിട്ട് അതിന് പേരിടാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പേര് വെച്ചാൽ അള്ളാഹുലം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലുള്ള പലഹാരങ്ങളും ഒക്കെ കൂടിയിട്ട് ഉച്ചക്ക് ബിരിയാണിയും മറ്റു ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പലഹാരങ്ങൾ കൂടി അതൊരു ആഘോഷം. നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം നമ്മളായിട്ടുള്ള പാട്ടുകളാണ്, മാളിയക്കലിൻ്റെ മാത്രം പാട്ടുകളാണ്, വേറെ പുറത്തുള്ള ആളുകൾ പെട്ടാൽ. ഇവിടെ ഇരുന്നു കൊണ്ടാണ് തലശ്ശേരിയിലെ പ്രശസ്തരായിട്ടുള്ള ഗായകരെല്ലാവരും വളർന്നത്. പീർ മുഹമ്മദായാലും എരിഞ്ഞോളി മൂസയായാലും സിബിലയായാലും ശൈലജ എല്ലാവരും വളർന്നത് ഇവിടുന്നാണ്. ഇതിൻ്റെ ഒരു ഇവിടുന്ന് കിട്ടിയ പരിശീലനമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മനോഹരമായ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ കുഞ്ഞാസുമ്മ, 105 ആണ്ടുകളോളം പഴക്കമുള്ള ഒരു വീടാണിത്. ഇവിടെ 100-ൽ പരം ആളുകൾ ജീവിച്ചിരുന്നു അല്ലേ. അപ്പോൾ അന്നത്തെ ഒരു സന്തോഷകരമായ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓർമ്മകൾ എന്ന് വെച്ചാൽ പെരുന്നാളിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. പെരുന്നാളിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും മൊയിലാഞ്ചി ഇടൽ, അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടം കൂടി പീടിയെ പോവും, വളമാല അങ്ങനെയല്ല അത് വാങ്ങും. അത് കഴിഞ്ഞ് കടയിൽ പോയിട്ട് വാപ്പ ഡ്രസ്സ് കൊണ്ടുവരും, അത് കാത്തു നിൽക്കും. നമ്മൾ വാപ്പ കൊണ്ടാകുന്ന ഡ്രസ്സ് അതിടും. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കാരം ഇവിടെ 10 മണിക്കാണ്. അന്ന് ഇവിടെ മാളിയക്കൽ വെച്ചാണ് നിസ്കാരം. നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ അത്തായത്തിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ നമ്മുടെ മാളിയക്കൽ അത്തായത്തിന് കുറേ വിശേഷമുണ്ട്. മാളിയക്കൽ നോമ്പ് കാത്താലും അത്തായത്തിന് എണീക്കും. എന്നിട്ട് ഉമ്മാവാൻ്റെ ഒരു മുളകൊടി ഉണ്ട്, കൈമുളകൊടി എന്ന് പറയും, അത് കൂട്ടാൻ നമ്മളെ കാരനോട് പോക്കുട്ടിയാക്കാം കാത്തു വെക്കും. പാട്ടോടുകൂടി തന്നെയാണ് നമ്മളെ നോമ്പും. അന്നും നമ്മളാദ്യം
ഒരാൾ ഷാ എന്ന് പറയും, അത് സെയ്ത് അതിൻ്റെ ആൾ മരിച്ചുപോയുള്ളൂ, ബോംബെയിലായിരുന്നു. ഷാ സെയ്ത് തുടങ്ങിയ ലാസ്റ്റ് ഷാൻ്റെ അക്ഷരത്തിൻ്റെ ലാസ്റ്റ് വരുമല്ലോ, അതങ്ങനെ അങ്ങനെ നമ്മൾ വട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇറച്ചിപ്പത്തിലും കോഴിയടയെല്ലാം അങ്ങനെ അങ്ങ് കഴിയും, ചപ്പാത്തി എല്ലാം ഓരോരോ ഫാമിലി ആയിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് വിളമ്പാൻ. എന്നിട്ട് എല്ലാവരും തണാലെ പത്തായി ഇണീറായിലെ പത്തായുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മളെല്ലാവരും ഇരിക്കും. നമ്മളെല്ലാവരും ഓതി വെച്ച് തിന്നും. അപ്പോൾ നമ്മളൊരു കാരണവരുണ്ട് ഉദിമിക്കാക്ക. ഉദിമിക്കാക്ക ഇങ്ങനെ പാത്രം എടുത്തിട്ട് പറയും പോരട്ടെ പോരട്ടെ. ഉദിമിക്കാക്കാക്ക് കൂട്ടാൻ വേണം അധികം. അപ്പോൾ ഉദിമിക്കാക്ക ഓരോരുത്തർക്കും പാത്രം എടുത്ത് കിടക്കും, ഉദിമിക്കാക്ക പോരട്ടെ പോരട്ടെ. ഇങ്ങനെയുള്ള വളരെ രസകരമായ നോമ്പാണ് നമ്മളെ നോമ്പ്.
ലോകത്തിൽ നിന്നും ആദ്യമായി റേഡിയോയിൽ ഗാനം ആലപിച്ചതും ഈ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആമിന മാളിയേക്കലിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് 1933 മുസ്ലിം മഹിളാ സമാജം രൂപീകൃതമായതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സമാജം വഴി ചെയ്തിട്ടുണ്ട്. ഇന്ന് സമ്മേളനങ്ങൾ വരുന്നവർ ആ സമ്മേളനത്തിലൂടെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തിയത്. അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ റേഡിയോൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോട് നിന്ന് അന്നത്തെ ഡയറക്ടർ പാർക്കുട്ടിയമ്മ ഇവിടെ വന്നിട്ടാണ് ഇവിടെ നിന്ന് ആ റേഡിയോൻ്റെ പാട്ട് എടുത്തത്. ആ പാട്ട് പാടിയത് ഒന്ന് എൻ്റെ ജ്യേഷ്ഠത്തി ഫാത്തിബയുണ്ട്. പിന്നീട് അതിൻ്റെ തുടർച്ച എന്നോണം അതിൻ്റെ റേഡിയോൻ്റെ 50-ാം വാർഷികത്തിൽ ഇവിടെ വീണ്ടും അവർ വരികയുണ്ടായി. വന്നിട്ട് അവർക്ക് ആ 50-ാം വാർഷികം ആഘോഷിക്കണം. അന്ന് നമ്മൾ കൊടുത്ത റേഡിയോൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഇത് വീണ്ടും ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് ഉദിനൂർ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അത്, അവിടുത്തെ പഞ്ചായത്തിൽ വെച്ചിട്ടാണ് അത് ഉണ്ടായത്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? തീർച്ചയായും അത് കേൾക്കേണ്ട പാട്ട് തന്നെയാണ്. നമ്മളെ ആൾക്കാർ അത് പാടിത്തരും. ഞാൻ കേട്ടാനേ പാറും പറവകളോടും കോതിരകം കേട്ടാൽ നീനച്ചീടും പൊന്നും മാച്ചു പാടിയ പാട്ടൊന്നും പാട്ടല്ല ഖുർആന്റെ രാഗം നീങ്ങച്ചീടും. അപ്പോൾ നമ്മൾ മനോഹരമായ ഒരുപാട് പാട്ടുകൾ കേട്ട് കഴിഞ്ഞു അല്ലേ? ഈ പാട്ടുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുടുംബത്തിലുള്ളവർ തന്നെ എഴുതി ഈണം നൽകിയ മനോഹരമായ പാട്ടുകളാണ്. അപ്പോൾ ജാബിർക്ക, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആഘോഷം? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. ഞങ്ങൾ എല്ലാ പെരുന്നാളും ആഘോഷിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത, മീഡിയ വണ്ണ് ഞങ്ങളോടൊപ്പം ഇവിടെ കാണാൻ വേണ്ടി വന്നു, ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേർന്നു. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ പാട്ടിൽ പറഞ്ഞ പോലെ എ ലോട്ട് ഓഫ് താങ്ക്സ്, ശുക്രിയ, ധന്യവാദ്. ഞങ്ങൾ നിങ്ങളെ വേണ്ട രീതിയിൽ ആദരിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെ ഒരു മാലിക്കൽ പാരമ്പര്യം അനുസരിച്ച് ചെയ്തു തന്നെ വിശ്വസിക്കുന്നത്. നിങ്ങളും ആസ്വദിച്ചു എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു വെരി മച്ച്. of